ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ജെറോൺ ബേജി. ഞാൻ വിമല സെൻട്രൽ സ്കൂൾ 4ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഇന്ന് ഞാൻ 119 സങ്കീർത്തനം 1 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ പറയാൻ പോകുകയാണ്. അപങ്കിലമായ മാർഗത്തിൽ ചരിക്കുന്നവർ, കർത്താവിന്റെ നിയമം അനുസരിക്കുന്നവർ ഭാഗ്യവാന്മാർ. അവിടുത്തെ കൽപ്പനകൾ പാലിക്കുന്നവർ, പൂർണ്ണഹൃദയത്തോടെ അവിടുത്തെ തേടുന്നവർ ഭാഗ്യവാന്മാർ. അവർ തെറ്റു ചെയ്യുന്നില്ല, അവർ അവിടുത്തെ മാർഗത്തിൽ ചരിക്കുന്നു. അങ്ങനെ പ്രമാണങ്ങൾ ശ്രദ്ധാപൂർവം പാലിക്കണമെന്ന് അങ്ങ് കൽപ്പിച്ചിരിക്കുന്നു. അങ്ങയുടെ ചട്ടങ്ങൾ പാലിക്കുന്നതിൽ ഞാൻ സ്ഥിരതയുള്ളവനായിരുന്നെങ്കിൽ അപ്പോൾ അങ്ങയുടെ കൽപ്പനകളിൽ ദൃഷ്ടി ഉറപ്പിച്ച് എനിക്ക് ലജ്ജിതനാകേണ്ടി വരികയില്ല. അങ്ങയുടെ നീതിനിഷ്ഠമായ ശാസനങ്ങൾ പഠിക്കുമ്പോൾ ഞാൻ പരമത ഹൃദയത്തോടെ അങ്ങ് പുകഴ്ത്തും. അങ്ങയുടെ ചട്ടങ്ങൾ ഞാൻ അനുസരിക്കും. എന്നെ പൂർണ്ണമായി പരിത്യജിക്കരുത്. യുവാവ് തന്റെ മാർഗം എങ്ങനെ നിർമ്മലമായി സൂക്ഷിക്കും. അങ്ങയുടെ വചനം അനുസരിച്ച് വ്യാപരിച്ചുകൊണ്ട് പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ അങ്ങേ തേടുന്നു. അങ്ങയുടെ കൽപ്പനകൾ വിട്ടുനടിക്കാൻ എനിക്ക് ഇടയാകരുത്. അങ്ങക്കെതിരെ പാപം ചെയ്യാതിരിക്കരുത്. അങ്ങയുടെ വചനം ഞാൻ ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. കർത്താവേ, അങ്ങ് വാർത്തപ്പെടുത്തേ. അങ്ങയുടെ ചട്ടങ്ങൾ എന്നെ പഠിപ്പിക്കണമേ. അങ്ങയുടെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ശാസ്ത്രങ്ങൾ എൻ്റെ അധരങ്ങൾ പ്രഘോഷിക്കും. ചമ്പിൽ സമൃദ്ധി പോലെ അങ്ങയുടെ കൽപ്പനകൾ പിന്തുടരലിൽ ഞാൻ ആനന്ദിക്കും. അങ്ങയുടെ പ്രമാണങ്ങൾ പറ്റി ധ്യാനിക്കുകയും അങ്ങയുടെ മാർഗത്തിൽ ദൃഷ്ടി ഉറപ്പിക്കുകയും ചെയ്യും. അങ്ങയുടെ ചട്ടങ്ങളിൽ ഞാൻ സന്തോഷിക്കും. അങ്ങയുടെ വചനം വിസ്മരിക്കുകയില്ല. ഞാൻ ജീവിച്ചിരിക്കാനും അങ്ങയുടെ വചനം അനുസരിക്കാനും ഈ ദാസന്റെ മേൽ കൃപ ചൊരിയണമേ. അങ്ങയുടെ പ്രമാണങ്ങളുടെ വൈശിഷ്ട്യം ദർശിക്കാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ. ഭൂമിയിൽ ഞാൻ ഒരു പരദേശിയാണ്. അങ്ങയുടെ കൽപ്പനകളിൽ നിന്ന് മറച്ചു വയ്ക്കരുത്. അങ്ങയുടെ കൽപ്പനകൾക്കു വേണ്ടിയുള്ള അഭിനിവേശന നിരന്തരം ദഹിപ്പിക്കുന്നു. അങ്ങയുടെ പ്രമാണങ്ങൾ വിറ്റു നടിക്കുന്ന ശപിക്കപ്പെട്ട അധികാരികളെ അവിടുന്ന് ശാസിക്കുന്നു. അവരുടെ നിന്നവും പരിഹാസവും എന്നിൽ നിന്ന് അകറ്റണമേ. അങ്ങയുടെ കൽപ്പനകൾ ഞാൻ പാലിച്ചുവല്ലോ. രാജാക്കന്മാർ ഒത്തുചേർന്ന് എനിക്കെതിരെ ഗൂഢാലോചന നടത്തുന്നു. എന്നാൽ ഈ ദാസൻ അങ്ങയുടെ ചട്ടങ്ങൾ പറ്റി ധ്യാനിക്കും. അവിടുത്തെ കൽപ്പനകളാണ് എൻ്റെ ആനന്ദം. അവയാണ് എനിക്ക് ഉപദേശം നൽകുന്നത്. എൻ്റെ പ്രാണൻ പൊടിയോട് പറ്റിച്ചേർന്നിരിക്കുന്നു. അങ്ങയുടെ വാഗ്ദാനം അനുസരിച്ച് എന്നെ ഉജ്ജീവിപ്പിക്കണമേ. എൻ്റെ അവസ്ഥ ഞാൻ വിവരിച്ചപ്പോൾ അങ്ങ് എനിക്ക് ഉത്തരം അല്ലല്ലേ. അങ്ങയുടെ ചട്ടങ്ങൾ എന്നെ പഠിപ്പിക്കണമേ. അങ്ങയുടെ കൽപ്പനകൾ അങ്ങയുടെ പ്രമാണങ്ങൾ നിർദ്ദേശിക്കുന്ന വഴി എനിക്ക് കാണിച്ചു തരണമേ. ഞാൻ അങ്ങയുടെ അത്ഭുത കൃത്യങ്ങൾ പറ്റി ധ്യാനിക്കും. ദുഃഖത്താൽ എൻ്റെ ഹൃദയം ഉറങ്ങുന്നു. അങ്ങയുടെ വാഗ്ദാനം അനുസരിച്ച് എന്നെ ശക്തിപ്പെടുത്തണമേ. തെറ്റായ മാർഗങ്ങൾ എന്നിൽ നിന്ന് അകറ്റണമേ. കാരുണ്യപൂർവ്വം അങ്ങയുടെ നിയമം എന്നെ പഠിപ്പിക്കണമേ. ഞാൻ വിശ്വസ്തയുടെ മാർഗം തിരഞ്ഞെടുത്തിരിക്കുന്നു. അങ്ങയുടെ ശാസനങ്ങൾ എൻ്റെ കൺമുമ്പിലുണ്ട്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആമേൻ.